നമസ്കാരം. കാണാതായ കോളേജ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നോയിഡയിൽ നിന്ന് കാണാതായ BBA വിദ്യാർത്ഥിയായ യാഷ് മിത്തലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യാഷിന് വേണ്ടി തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെയാണ് കൊന്നു കുഴിച്ചുമൂടിയ നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സുഹൃത്തുക്കൾ തന്നെയാണ് യുവാവിനെ കൊന്നു കുഴിച്ചുമൂടിയത്. തിങ്കളാഴ്ചയാണ് യാഷ് മിത്തലിനെ നോയിഡയിലെ സർവകലാശാല ഹോസ്റ്റലിൽ നിന്ന് കാണാതായത്. വ്യവസായി കൂടിയായ അച്ഛൻ ദീപക് മിത്തലിന് പിന്നീട് ചില സന്ദേശങ്ങൾ ലഭിച്ചു. മകനെ തട്ടിക്കൊണ്ടുപോയതാണെന്നും 6 കോടി രൂപ തന്നാൽ വിട്ടയക്കാമെന്നുമായിരുന്നു ഈ സന്ദേശങ്ങൾ. ഉടൻ തന്നെ ദീപക് ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് ക്യാമ്പസിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം യാഷ് ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടു. ഈ സമയം ഫോൺ ചെയ്തുകൊണ്ടായിരുന്നു യാഷ് പുറത്തേക്ക് പോയിരുന്നതെന്നും ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തി. തുടർന്ന് യാഷിന്റെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കുകയും സുഹൃത്ത് രജിനെ പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് മറ്റ് സുഹൃത്തുക്കളായ ശിവം, സുശാന്ത്, ശുഭം എന്നിവരുമായി യാഷ് പലപ്പോഴും പുറത്തു പോകാറുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ക്യാമ്പസിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള UPയിലെ അമോറയിലേക്ക് പോകാൻ സംഭവ ദിവസം സുഹൃത്തുക്കൾ യാഷിനെ വിളിച്ചു. ഒരു പാർട്ടിക്കായിട്ടായിരുന്നു പോയത്. അവിടെ വെച്ച് ഒരു തർക്കമുണ്ടാവുകയും അതിനൊടുവിൽ യാഷിനെ കൊന്ന് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് കുഴിച്ചിടുകയും ചെയ്തുവെന്ന് പിടിയിലായ വിദ്യാർത്ഥി മൊഴി നൽകി. അവിടെ പരിശോധന നടത്തിയപ്പോൾ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു. ഫെബ്രുവരി 26-ന് ഉത്തർപ്രദേശിലെ അമ്രോഹയിലെ ഗജ്റൌളിയിൽ ഒരു വയലിൽ സംഘടിപ്പിച്ച പാർട്ടിക്കിടെയുണ്ടായ വഴക്കിന് പിന്നാലെയാണ് 4 പേരും ചേർന്ന് യാഷിനെ കൊന്നത്. പിന്നാലെ സംഘത്തിലെ മറ്റുള്ളവരെ കണ്ടെത്താനായി ശ്രമം. ദ്രാദ്രിയിൽ നിന്ന് 3 പേരെ ചെറിയൊരു ഏറ്റുമുട്ടലിനൊടുവിലാണ് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഒരു പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. കൊലപാതകത്തിന് ശേഷം യാഷിന്റെ കുടുംബാംഗങ്ങൾ മെസ്സേജുകൾ അയച്ചതും മോചനദ്രവ്യം ചോദിച്ചതും അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമായിരുന്നുവെന്നാണ് പ്രതികളുടെ മൊഴി. കേസ് അന്വേഷിക്കാൻ 1-ലധികം സംഘങ്ങളാണ് രംഗത്തുണ്ടായിരുന്നത്. കൊല്ലപ്പെട്ട യാഷ് BBA വിദ്യാർത്ഥിയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് പറയുന്നു.